ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. തമ്പലൈനിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ താരം എന്ന് പറയുന്നത് മുരിങ്ങയിലയാണ്. സത്യത്തിൽ ഒരു ഷോർട്സ് കണ്ടിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഈ കറി വീട്ടിലുണ്ടാക്കിയത്. അതിനുശേഷം നമ്മളെ വീട്ടിൽ എപ്പോഴൊക്കെ മുരിങ്ങയില കറി ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇതേ രീതിയിൽ മാത്രമാണ് ഉണ്ടാക്കാറുള്ളത്. കാരണം ആദ്യം ഉണ്ടാക്കിയപ്പോൾ തന്നെ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടമായി. അതുമാത്രമല്ല, ഇതിനകത്ത് പരിപ്പൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഈ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 3-4 വെളുത്തുള്ളി ഇങ്ങനെ 2 കഷ്ണങ്ങളായി മുറിച്ചെടുത്തതും അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാവും. വലിയുള്ളി ആണെങ്കിലും ചെറിയ ഉള്ളി ആണെങ്കിലൊക്കെ ആ എണ്ണയിൽ കിടന്നൊന്നും ഇങ്ങനെ ചുരുങ്ങി വരുമല്ലോ. ആ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി എടുക്കണതിൻ്റെ അതേ അളവിൽ തന്നെയാണ് കേട്ടോ മല്ലിപ്പൊടിയും ആഡ് ചെയ്യാറുള്ളത്. അതിനോടൊപ്പം തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കിയെടുക്കാം. മൺചട്ടി ആണെന്നുണ്ടെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണല്ലോ. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിടാൻ മറക്കല്ലേ. ഇനിയിപ്പോൾ ഈ പൊടികളുടെ എല്ലാം പച്ചമണം പോയി വരുമല്ലോ. ആ സമയത്ത് നമുക്ക് വൃത്തിയാക്കി എടുത്തിരിക്കുന്ന മുരിങ്ങയില കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. മുരിങ്ങയില ആഡ് ചെയ്ത ശേഷവും ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇടാറുള്ളത്. ഇല ആഡ് ചെയ്തിട്ട് അതെല്ലാം ഒന്നിങ്ങനെ ചുരുങ്ങി ഒതുങ്ങി വരുന്നത് വരയ്ക്കും ഇളക്കി കൊടുക്കാറുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുമ്പോഴത്തേനും തന്നെ മുരിങ്ങയില നന്നായിട്ട് ഒതുങ്ങി ഇതേപോലെ ചുരുങ്ങി വരുമല്ലോ. ആ സമയത്ത് ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് അടിപിടിച്ച് പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ച്, അതായത് 2-3 സ്പൂൺ അളവിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് അടച്ചു വെക്കാറുള്ളത്. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനായിട്ടുള്ള അരപ്പൂടെ റെഡിയാക്കാം. അതിനായിട്ട് തേങ്ങയുടെ കൂടെ 2 ചെറിയുള്ളിയും 2-3 കറിവേപ്പിലയും കുറച്ച് ചെറിയ ജീരകവും കൂടെ ചേർത്താണ് കേട്ടോ അരച്ചെടുക്കാറുള്ളത്. മുരിങ്ങലായതുകൊണ്ട് തന്നെ 3-4 മിനിറ്റിൽ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് തുറക്കുമ്പോഴത്തേനും തന്നെ വെന്ത് വരുമല്ലോ. ഇനിയിപ്പോൾ അരപ്പിൻ്റെ കൂട്ടത്തിൽ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്ക് പോലുള്ള പാത്രങ്ങളാണ് കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മുരിങ്ങയില വേവിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നല്ലോ, അത് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ അടച്ചു വെച്ച് ആവിയിൽ തന്നെ വേവിച്ചെടുത്താൽ മതിയാവും. അതുപോലെ തന്നെ അരപ്പൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിങ്ങനെ നല്ല തിളച്ച് വരേണ്ട ആവശ്യമില്ല. അതായത് അരപ്പ് വെന്ത് വരെയും വേണം. അതുവരയ്ക്കും നമ്മൾ ഇതേപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇളക്കണത് എന്നുണ്ടെങ്കിൽ ഒരുപാട് തിളച്ച് വരികയുമില്ല, എന്നാൽ അരപ്പ് വെന്ത് വരികയും ചെയ്യും. മീഡിയം ഫ്ലെയിമിലിട്ട് 4-5 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് താളിച്ചൂടെ കൊട്ടാം. അതിനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുകിനോടൊപ്പം ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്. കൂടെ തന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ടതിന് ശേഷം 8-10 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ആഡ് ചെയ്യണ ചെറിയുള്ളി നമ്മൾ നല്ല രീതിക്ക് തന്നെ വഴറ്റിയെടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ചേർത്ത ചെറിയുള്ളി നല്ല രീതിക്ക് വഴറ്റിയെടുക്കാതെ മുരിങ്ങലയുടെ കൂടെ വേവിച്ചെടുക്കുകയാണല്ലോ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പം ചേർക്കാറുള്ളത് നല്ല രീതിക്ക് തന്നെ വഴറ്റിയെടുക്കാറുണ്ട്. ഇനിയിപ്പോൾ ഇതിന് ആ മുരിങ്ങലയുടെ മുകളിൽ കൊട്ടിയിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കിയെടുത്താൽ അടിപൊളി ടേസ്റ്റിൽ തന്നെയുള്ള മുരിങ്ങലക്കറി റെഡിയാവും. മുരിങ്ങല കൊണ്ട് ഒരു തവണ നിങ്ങൾ ഇതുപോലൊരു കറി ഉണ്ടാക്കിയാൽ പിന്നെ എപ്പോഴും ഇതുപോലെ മാത്രമേ ഉണ്ടാക്കുള്ളൂ. കാരണം അത്രയും ടേസ്റ്റ് ആണേ. അപ്പോൾ ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.